എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടി ടൈറ്റസ് ഡയറീസ്. സോ ഫ്രണ്ട്സ്, എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റായി. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു സിമ്പിൾ പേപ്പർ കൊണ്ട് എങ്ങനെയാണ് അട്ടിപ്പൊളി ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടെ അതിൽ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ക്രാഫ്റ്റ് ഫ്ലവറിന് നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ട ഗ്ലൂ സ്റ്റിക്ക്, പെൻസില്, പെന്ന്, സിസറ്, കളർ പേപ്പറിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. സ്റ്റെപ്പ് 1. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളെ ഫ്ലവറിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ പേപ്പർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേണ്ട ഗ്ലൂ സ്റ്റിക്കാണ്. ഇവിടെ ഗ്ലൂ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറെല്ലാം ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഗ്ലൂ സ്റ്റിക്ക് ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ബോർഡിൽ ഒന്ന് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നമ്മുടെ രണ്ടെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി അതിനെ പറ്റിയ കളറും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പിങ്ക് കളറാണ്, പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറ്, പിന്നെ ഉള്ളത് സ്കിന്നിഷ് കളർ ആണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ തന്നെ ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ സ്റ്റിക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇനി ഫോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താലോ. നമുക്ക് രണ്ടും ഈക്വലായിട്ട് വരണം. ഡിസ്റ്റൻസ് വിട്ട് പോയാൽ ചിലപ്പം നമ്മൾ ഫ്ലവർ ചിലപ്പം പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നമ്മളിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് ബോർഡറൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് എടുത്തത്. ഞാനിതിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇത് നമുക്ക് ഇന്നിങ്ങനെ ഒന്ന് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ സിസർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്യല്ലേ, ജസ്റ്റ് നമ്മൾ ഈ ലൈൻ വെച്ച് അവിടെ വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് നമ്മൾ ഈ ഒരു ലൈൻ കണ്ടില്ല, നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ലൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ തിന്നായിട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കൂടുതൽ ആയി പോകില്ലേ. ജസ്റ്റ്
ദേ ഫ്രണ്ട്സ് ഞാനിവിടെ 2 റോൾസിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സിസർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 3ാമത്തെ പകുതി ചെയ്തിട്ടുണ്ട്, ഇനി പകുതിയും കൂടെ ഞാൻ ചെയ്യുവാണ്. നമ്മൾ വെരി തിന്നായിട്ട് കേട്ടോ ചെയ്യാനായിട്ട്, എന്നാലേ കാണാൻ രസമുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ കളർ പേപ്പറിലും നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലാസ്റ്റായ സ്റ്റെപ്പാണ്. ഇനി നമ്മൾ ഈ ഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റിക്കർ നമ്മൾ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ നമ്മൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് റോൾ ചെയ്യാൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ആ സ്റ്റിക്ക് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഇവിടെ വരെ വെക്കണം. ജസ്റ്റ് അപ്പോൾ നമ്മൾ വെക്കുന്ന മുമ്പ് സൈസ് നോക്കിയിട്ട് മാത്രം വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ വെക്കുമ്പോഴത്തേക്കും മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെവിക്കോൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ വരും, അതൊക്കെ നമ്മൾ നേരെ ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. ജസ്റ്റ് നമ്മൾ റോൾ ചെയ്ത് എടുക്കാം. കണ്ടില്ല ഗായ്സ്, ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ഇത് ജസ്റ്റ് ആ സൈഡത്തെ ഒന്നുകൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിച്ച് വെക്കുന്നത്. ഇത് കണ്ടില്ല, ഇങ്ങനത്തൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ആ ഫ്ലവറൊക്കെ നേരെ ഒന്ന് ആക്കിയിട്ടാൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഇത്. ഇനി ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് താഴത്തെ ഇത് കണ്ടില്ല സ്പേസ് പോലത്തെ, അത് നമുക്ക് ഇനി ഒന്ന് ഒട്ടിച്ചെടുക്കണം. കണ്ടില്ല, ഇനി അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. നമ്മൾ എവിടെ നിന്നാണോ ഒട്ടിച്ചത് അവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അമുക്കി കൊടുക്കാം. കണ്ടില്ല, അപ്പോൾ അതേ ഞാൻ ഇത് നമ്മൾ ഇനി ഒട്ടിച്ചെടുക്കാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ സ്പേസ് ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ദൂരോട്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് കമ്മിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ അകത്ത് കയറ്റിട്ട് എവിടെയാണോ നമ്മൾ ഒട്ടിച്ചത് അതെവിടെ ഇരുന്നു കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി റൂമിൽ വേണമെങ്കിൽ ഷോ പീസായിട്ട് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ബോട്ടിൽ ആർട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാളിലോ ഹോം ഡെക്കറേഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. അത് ഇപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിരുന്നു ചെയ്യാനായിട്ട്. എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൻ കൂടെ ആൾ തന്നെ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീണ്ടും കാണാം.